നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ പണം നിൽക്കാത്തത് എന്ന്? സത്യം പറയട്ടെ, പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിന്റെ കുറവല്ല, മറിച്ച് പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവവും ശീലങ്ങളുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ അറിയാതെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന 7 ഗുരുതരമായ സാമ്പത്തിക പിഴവുകളെ കുറിച്ചാണ്. ഇതിൽ ഒരെണ്ണം പോലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി അപകടത്തിലാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. മിസ്റ്റേക്ക് 1: സേവിങ്സ് ഇല്ലാത്ത ശീലം. പലരും ചിന്തിക്കുന്നത് ശമ്പളം കിട്ടിയാൽ ആദ്യം വേണ്ടത് ആഗ്രഹങ്ങൾ തീർക്കാനാണെന്നാണ്. ബാക്കി വരുന്നത് സേവ് ചെയ്യാമെന്ന് കരുതും. പക്ഷേ അവസാനമൊന്നും ബാക്കിയുണ്ടാകില്ല. വരുമാനം കിട്ടിയാലുടൻ സേവ് ചെയ്യുക, ബാക്കി വരുന്നത് മാത്രം ചെലവാക്കുക. മിസ്റ്റേക്ക് 2: ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചെലവും കൂട്ടുന്ന ശീലമാണിത്. 20,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ ഉപയോഗിച്ച ഫോണല്ല 40,000 ആകുമ്പോൾ വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പുതിയ കാർ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ. ശമ്പളം കൂടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം എന്നും 0 ആയിരിക്കും. മിസ്റ്റേക്ക് 3: പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പണം ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വെച്ചിരുന്നാൽ അത് സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ അത് ശരിയായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. മിസ്റ്റേക്ക് 4: വൈകാരികമായ ചെലവുകൾ. നമ്മളിൽ പലരും സങ്കടം വന്നാലോ സ്ട്രെസ് ഉണ്ടായാലോ ഷോപ്പിംഗ് നടത്തുന്നവരാണ്. ഇതിനെ റീറ്റെയിൽ തെറപ്പി എന്ന് പറയും. താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിങ്ങളുടെ ലോങ് ടേം ലക്ഷ്യങ്ങളെ തകർക്കും. മിസ്റ്റേക്ക് 5: ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലായ്മ. വീട് പണിയാൻ പ്ലാൻ ഉണ്ട്, യാത്ര പോകാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ പണത്തിനൊരു പ്ലാൻ ഉണ്ടോ? അടുത്ത 5 വർഷം കൊണ്ട് എത്ര സമ്പാദിക്കണം, എവിടെ നിക്ഷേപിക്കണം? കൃത്യമായ ലക്ഷ്യമില്ലെങ്കിൽ കാറ്റുപോയ ബലൂൺ പോലെ നിങ്ങളുടെ പണം എങ്ങോട്ടെന്നില്ലാതെ പറന്നുപോകും. മിസ്റ്റേക്ക് 6: ഒരു വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കുക. ഒരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നത് വലിയ റിസ്ക് ആണ്. ആ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് എപ്പോഴും ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ രണ്ടാമതൊരു വരുമാന മാർഗം കണ്ടെത്താൻ ശ്രമിക്കുക. മിസ്റ്റേക്ക് 7: വൈകി തുടങ്ങുക. ഇപ്പോൾ എനിക്ക് പ്രായം കുറവല്ലേ, നിക്ഷേപമൊക്കെ പിന്നീട് തുടങ്ങാം എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. സാമ്പത്തിക കാര്യത്തിൽ പണത്തേക്കാൾ വലിയ ആസറ്റ് എന്ന് പറയുന്നത് സമയമാണ്. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും വലിയ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, സമ്പന്നരാകുന്നത് അവർ കൂടുതൽ പണം സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവർ പണത്തെക്കുറിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. ദരിദ്രനാകുക എന്നത് ഒരു സാഹചര്യമാകാം, പക്ഷെ ദരിദ്രനായി തുടരുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ മാറ്റം ഇന്നു മുതൽ തുടങ്ങാം. 20% റൂൾ. വരുമാനത്തിന്റെ കുറഞ്ഞത് 20% മാറ്റിവെക്കുക. സിപ്പി തുടങ്ങുക. ചെറിയ തുകയാണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിലോ മറ്റോ നിക്ഷേപിച്ച് തുടങ്ങുക. ബഡ്ജറ്റിംഗ്. നിങ്ങളുടെ ഓരോ രൂപയും എങ്ങോട്ട് പോകുന്നുവെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾ മാറ്റാൻ തയ്യാറാകാത്ത നിങ്ങളുടെ ശീലങ്ങളാണ് നാളെ നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ചൂസ് വൈസ്ലി. സാമ്പത്തികമായി സ്വതന്ത്രമായ ഒരു ഭാവി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ ഇത് അവരുടെ സാമ്പത്തിക കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം. കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.